ഹായ് എവരിവൺ, കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ കാത്തിരുന്ന MBBSന്റെയും BDSന്റെയും തേർഡ് ഫേസിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇനി വരുന്നത് സ്ട്രേ വേക്കൻസിയാ, വളരെ കുറവ് സീറ്റുകളിലേക്ക്, ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് മാത്രം നടക്കുന്ന സ്ട്രേ വേക്കൻസി റൗണ്ട്. സോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ടാണിത്, തേർഡ് റൗണ്ട്. ഈ റൗണ്ടിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓൾ ഇന്ത്യ അലോട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അതൊക്കെ പറയാം. അതിനു മുൻപ് ആദ്യം നമ്മൾക്ക് സ്കെഡ്യൂൾ കാണാം. അല്ലെ, ഇന്നലെ സിയുടെ വെബ്സൈറ്റിൽ വന്നൊരു സ്കെഡ്യൂൾ ആണ്. അപ്പൊ ആർക്കൊക്കെയാണ് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടത് എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് MBBSനെയും BDSനെയും കോഴ്സുകളാണ്. ബാക്കി വരുന്ന മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടേത് ഇനി വരും, നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വരും. ഇപ്പോൾ വന്നിരിക്കുന്നത് MBBSനെയും BDSനെയും തേർഡ് ഫേസ് ആണ്. അല്ലെ, നിങ്ങൾക്ക് അറിയാം ആയുർവേദയുടെയും സിദ്ധയുടെയും ഒക്കെ സെക്കൻഡ് ഫേസ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ തേർഡ് ഫേസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് എവിടെ വരെയാണ്, എന്ന് വരെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ സാധിക്കുക എന്നുള്ള സ്കെഡ്യൂൾ ആദ്യം നോക്കാം. ഇന്നലെ മുതൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും, അതായത് പാലക്കാടൊക്കെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നിട്ട് പുതിയ സീറ്റുകൾ വന്നിട്ടുണ്ട്. ആ സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. അത് ഏത് കോളേജ് ആണെന്നുള്ളത് ഞാൻ പറയാം. യെസ്, അതിന് മുൻപ് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക്, റീഅറേഞ്ച് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ടൈം ഇന്നലെ തൊട്ട് 6-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്ന് വരെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനുള്ള ടൈം, അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റും ഡിലീഷനും ഈ അഡീഷൻ ഓഫ് ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള സൗകര്യവും ഉള്ളത് 14/10/2025 11 AM വരെയാണ്. ആ ടൈം ഓർത്ത് വെക്കുക. 14-ാം തീയതി വരെയാണ്, നിങ്ങൾക്ക് ഒക്ടോബർ 11 വരെയാണ് റീഅറേഞ്ച്മെന്റിനും ഡിലീഷനും അഡീഷനുമുള്ള സാധ്യതയുള്ളത്. യെസ്, ഇനി അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് പ്രൊവിഷണൽ 15-ാം തീയതി വരും. 16-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വരിക. നിലവിലുള്ള സ്കെഡ്യൂൾ പ്രകാരം 17-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നിലവിലെ സ്കെഡ്യൂൾ. ഇനി ആരൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടത്? ശ്രദ്ധിച്ചു കേൾക്കുക. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും അഡ്മിഷൻ കിട്ടിയവര്, എന്നാൽ തേർഡ് ഫേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പൊ നിങ്ങൾക്കൊരു 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, അല്ലെങ്കിൽ 6-ാമത്തെ ഓപ്ഷനാണ് നിലവിൽ കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 4ത്തിലോട്ടോ 3ഡിലേക്കോ 2ലേക്കോ 1ലേക്കോ ഒക്കെ ഹയർ ഓപ്ഷൻസിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. അപ്പൊ നിലവിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികളും ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ മസ്റ്റ് ആയിട്ടും മാൻഡേറ്ററി ആയിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയില്ല, ഇനി തേർഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളും എന്ത് ചെയ്യണം? ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്, ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഒരു സീറ്റ് ആഡ് ചെയ്ത ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജാണ് കേരള മെഡിക്കൽ കോളേജ് പാലക്കാട്. സോ ഇവിടേക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് സീറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും, പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും. പക്ഷെ അവിടുത്തെ ഫീസ് ആലോചിക്കണം. സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ് വരുന്നത്. 8,10,175 അവിടെ ട്യൂഷൻ ഫീ ആയിട്ട് മാത്രം ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വരുന്നതായിരിക്കും, അതായത് എല്ലാ കാറ്റഗറിയിലും. എസ് ഇനി NRIയിൽ മാത്രമാണെങ്കിൽ 22,74,006 രൂപയായിരിക്കും അവിടുത്തെ ആനുവൽ ട്യൂഷൻ ഫീ. ട്യൂഷൻ ഫീ ഇനത്തിൽ മാത്രം 1 വർഷം അടയ്ക്കേണ്ടതാണ്. ഇതേപോലെ എല്ലാ വർഷങ്ങളും അടയ്ക്കണം. ഇത് കൂടാതെ സ്പെഷ്യൽ ഫീയും ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും ഒക്കെ ഉണ്ടായിരിക്കും, കോഷൻ ഡെപ്പോസിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഫീസ്. ഇവിടേക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. തേർഡ് ഫേസിൽ പുതുതായിട്ട് ഈ കോളേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ട്യൂഷൻ ഫീ ഇല്ലാത്ത പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ട്, അവർക്ക് ബാക്കി സ്പെഷ്യൽ ഫീയും കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. യെസ്, ഇനി നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് മാത്രം ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കുക. ബാക്കി കോളേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ആ കോളേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക. കാരണം ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി വരുന്നത് സ്ട്രേ വേക്കൻസിയാണ്. തേർഡ് റൗണ്ടിൽ കിട്ടുന്നിടത്ത് നമ്മൾ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പുള്ള ക്യാമ്പസുകളിൽ, കോളേജുകളിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ MCC നിങ്ങളിപ്പോൾ ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഇപ്പൊ MCC ഓൾ ഇന്ത്യ തേർഡ് റൗണ്ടിൽ കിട്ടിയ കുട്ടികളുടെ ഒരു ലിസ്റ്റ്, അലോട്ടഡ് കാൻഡിഡേറ്റ്സിന്റെയോ അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ കിട്ടിയ കാൻഡിഡേറ്റ്സിന്റെ, അഡ്മിറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെയോ ഒരു ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അയക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടികളെ കേരളയുടെ തേർഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ തേർഡ് റൗണ്ടിൽ ഇന്നെലിജിബിൾ ആകും എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. മേ ബി അങ്ങനെ സംഭവിച്ചാൽ എന്നാണ് MCC അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മളെ കേരളയുടെ തേർഡ് റൗണ്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
യെസ്, ഒരു പോസിബിലിറ്റി ആണ്. യെസ്, അടുത്തത് ഇനി സീറ്റ് വെക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ BDSO അങ്ങനെ എന്തെങ്കിലും കിട്ടിയ ആളുകളാണെങ്കിൽ അവർക്ക് വെക്കേറ്റ് ചെയ്യാൻ ഏതുമായിക്കോട്ടെ MBBS BDS ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും കിട്ടിയ കുട്ടികൾക്ക് 14-ാം തീയതി 5 PM വരെ ആ സീറ്റ് വെക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് നിങ്ങൾ അടച്ച ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ NRI കാൻഡിഡേറ്റ്സിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. NRI കാൻഡിഡേറ്റ്സ് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ എക്സ്പയർ ആയിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അഡ്മിഷൻ ടൈമിനുള്ളിൽ അത് എക്സ്പയർ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസറുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം വഴി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൺഫർമേഷൻ നടത്താനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് MBBSനെയും BDSനെയും തേർഡ് ഫേസ് എൻഡ് ചെയ്യുന്ന, അതായത് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നമുക്ക് നടത്താൻ സാധിക്കുന്ന 14-ാം തീയതി 11 AM മുൻപായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ NRI സീറ്റ് ക്യാൻസൽ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പയറിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത ആളുകളോട് മാത്രമാണ് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യുക, 14-ന് മുന്നായിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ, സ്പോൺസറുടെ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് ഫേസിലേക്ക് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വറീഡ് ആവേണ്ട, പക്ഷെ നിങ്ങൾ 14-ന് മുൻപായിട്ട് തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നടക്കാൻ പോകുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റൗണ്ടാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ഓപ്ഷൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. വേണ്ടാത്തതൊക്കെ ഡിലീറ്റ് ചെയ്യുക. റീഅറേഞ്ച്മെന്റ് പോസിബിൾ ആണ്, അത് ചെയ്യുക. പുതുതായിട്ട് സീറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ആ സീറ്റുകൾ ആഡ് ചെയ്യുക. അവിടുത്തെ ഫീസൊക്കെ നോക്കിയിട്ട് വേണം പുതിയ സീറ്റുകൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, ബൈ.